പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ 2, 3, 4 വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന രാമപുരം ക്ഷേത്രം പുത്തൻകുളങ്ങര റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി സമരം നടത്തി. റോഡിലെ കുഴികളിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 2, 3, 4 എന്നിവയിൽ കൂടി കടന്നുപോകുന്ന രാമപുരം ക്ഷേത്രം പുത്തൻകുളങ്ങര റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി 2, 3, 4 വാർഡ് കമ്മിറ്റികൾ പ്രതീകാത്മകമായി റോഡിലെ കുഴികളിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. കുണ്ടും കുഴിയുമായി സഞ്ചാരയോഗ്യമല്ലാതായി റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ കടുത്ത അവഗണനയാണ് റോഡിനോടും പ്രദേശത്തോടും കാട്ടുന്നതെന്നും ബിജെപി പ്രവർത്തകർ പറഞ്ഞു. പ്രതിഷേധ സമരം ബിജെപി സംസ്ഥാന വക്താവ് ബിപിൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ പത്തിയൂർ പഞ്ചായത്തിന്റെ അവസ്ഥ, നിലവിലെ അവസ്ഥ 1 മുതൽ 21 വാർഡിലും ഇതേ എല്ലാ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇവിടുത്തെ അധികാര ഭാഗത്തിന് സാധിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും വാർഡ് കമ്മിറ്റി, ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വം നൽകിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരമായിട്ട് മുമ്പോട്ട് പോകാനാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. 4 വാർഡിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമമായി പെട്ടെന്ന് തന്നെ NH66 കടക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ്. രാമപുരം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തുന്ന റോഡാണ്. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ ഭഗവതിപ്പടി, ചെട്ടുകുളങ്ങര പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഹൈവേയിലേക്ക് എത്തുവാൻ പറ്റുന്ന ഒരു റോഡാണ്. ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ഹൈവേയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ റോഡിൻ്റെ സമീപത്തായി ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. ഈ റോഡ് നവീകരിക്കാൻ പോകുന്നു, പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചു എന്ന്. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ MLAയുടെ പടം വെച്ചൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഈ റോഡ് 75 ലക്ഷം രൂപ മുടക്കി ശരിയാക്കാൻ പോകുന്നു എന്ന്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ മാത്രം സ്ഥാപിക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ഭരണാധികർത്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി 21 വാർഡുകളിലെയും നമ്മുടെ റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്തിലെ അധികാരികൾ ചെയ്യുന്നില്ല. BJPയുടെ ഈ സമരം ഒരു സൂചനയാണ്. വരും ദിവസങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും വ്യത്യസ്തങ്ങളായ സമരങ്ങൾ നടത്തി ജനങ്ങളെ കൂട്ടിക്കൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, പടിഞ്ഞാറൻ മേഖലാ പ്രസിഡന്റ് അഭിലാഷ് പമ്പ, കൃഷ്ണകുമാർ, സുഗദാസ്, മഹിളാ മോർച്ച ഭാരവാഹികളായ മഞ്ജു, സുഗദാസ്, മിനി, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.